എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. നടന്ന സംഭവമാണ്. 2003, 2004 കാലഘട്ടത്തിൽ കണ്ണൂർ വെച്ചിട്ട് നടന്നൊരു കഥ, ഒരു സംഭവം. അന്ന് ഈ റീയൂണിയനുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അവിടെ അങ്ങനെ ഒരു ബാച്ച് സഹപാഠികളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്താമെന്നുള്ളൊരു തീരുമാനമെത്തി. അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു. ദൂരേക്കൊക്കെ പറിച്ച് നടപ്പെട്ട സഹപാഠികളൊക്കെ അവർ വിവരറിയിച്ചു. പരിപാടി നടക്കുന്ന ദിവസം എത്തി. ആ കൂട്ടത്തിൽ ഒരു പ്രണയ ജോഡികളുണ്ടായിരുന്നു. അനില, സുദർശൻ കൃഷ്ണൻ. അവർ പരസ്പരം കണ്ടു, പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അന്നത്തെ ദിവസം എല്ലാവരും പിരിഞ്ഞു. ഫോൺ നമ്പറൊക്കെ പരസ്പരം കൈമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിവസവും ഇവർ വിളിക്കാറുണ്ട്. പഴയതിനേക്കാൾ ശക്തി ആർജിച്ച് അവരുടെ പ്രണയം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 2003 ഈ റീയൂണിയൻ സംഘടിപ്പിച്ചത്. അങ്ങനെ ഒരു വർഷക്കാലത്തോളം. അപ്പോൾ ഇത് കുറച്ചും കൂടെ എത്തിയപ്പോഴത്തേക്കും വീടുകളിലൊക്കെ പ്രശ്നങ്ങളായി. രണ്ടുപേരും വിവാഹിതരാണ്. ഈ രണ്ട് കുട്ടികൾ രണ്ടുപേർക്കും ഉണ്ട്. പരസ്പരം ഈ അനിലയുടെ ഭർത്താവിൻ്റെ പ്രശ്നം, അനിലയുമായിട്ടുള്ള പ്രശ്നം, അനിലയുടെ സഹോദരന്മാർ വന്ന് സംസാരിച്ചു. ഈ അനിലയുടെ ഭർത്താവും സഹോദരന്മാരും കൂടെ കൂടി സുദർശൻ പ്രസാദിൻ്റെ വീട്ടിലെത്തി താക്കീത് ചെയ്തു, ഇനി കാണരുത് എന്നൊക്കെ. എങ്കിലും പ്രണയമല്ലേ, ബന്ധം ദൃഢമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ അനിലയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ അത്ര ഒരു സുഖകരമായൊരു സാഹചര്യമായിരുന്നില്ല അനിലയ്ക്ക് അവിടെ താമസിക്കാനായിട്ട്. അപ്പോൾ അനിലയുടെ നിർബന്ധപ്രകാരം അനിലയും 2 മക്കളും ഭർത്താവും കൂടിയിട്ട് അനിലയുടെ നാട്ടിലേക്ക് താമസം മാറി. അവിടെയാണ് സുദർശൻ പ്രസാദിൻ്റെ വീടും. അവർക്ക് വളരെ സൗകര്യമായി, കാണാനും കൂടിയുള്ള ഒരു സാഹചര്യം ഒത്തുവന്നു. അനില ഒരു ഫർണിച്ചർ കടയിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെ ഇവർ എന്നും കാണുക, എന്ന് ഫോൺ ചെയ്യുക, ഇങ്ങനെ ബന്ധം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോയി. ഇത് സുദർശൻ പ്രസാദിൻ്റെ ഭാര്യ അറിഞ്ഞു. മക്കളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. അനിലയുടെ വീട്ടിൽ നേരത്തെ അറിഞ്ഞതാണ്, പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം ഈ അനില ഒരു ഫർണിച്ചർ കടയിലാണ് ജോലി നോക്കുന്നത്. അപ്പോൾ അനില അന്ന് കടയിലെത്തിയില്ല. മുതലാളിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, കുട്ടികൾക്ക് സുഖമില്ല, ഞാനിന്ന് ജോലിക്ക് വരുന്നില്ല. ഓ, മക്കൾക്കല്ലേ അസുഖം. മുതലാളി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ അനില മക്കൾക്ക് സുഖമില്ലാണ്ടല്ല ജോലിക്ക് പോവാതിരുന്നത്. സുദർശൻ പ്രസാദിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയതാണ്. നല്ല ഒരു ജോഡി ഡ്രസ്സാണ് ഇത് അന്ന് ഇട്ടിരുന്നു. അത്യാവശ്യം 3-4 ജോഡി ഡ്രസ്സ് കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്നും രണ്ടും കൽപ്പിച്ച് സുദർശൻ പ്രസാദിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ പോയി. സമയം ഉച്ചയ്ക്കായി. മക്കളെക്കുറിച്ചൊരു വേവലാതി. എൻ്റെ മക്കൾ കഴിച്ചു, ഒരമ്മയാണ്. അങ്ങനെ അന്നൊരു സ്കൂൾ അവധിയുള്ള ദിവസമായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചു, മക്കളെ നിങ്ങൾ കഴിച്ചോ? അപ്പോൾ ആ മക്കളായിട്ടുള്ള സംസാരം അനിലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. പെട്ടെന്ന് സുദർശൻ പ്രസാദിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റം വന്നു അനിലയിൽ. മക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ, ഞാൻ ഇനി ഇവരുടെ കൂടെ ഇല്ലല്ലോ, ഞാൻ ഇവരെ വിട്ടിട്ട് പോവല്ലേ എന്നൊക്കെയുള്ള തേങ്ങലുകൾ വന്നപ്പോൾ അനില അവിടെ വെച്ചിട്ട്
തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താണ്. ശരിയാവില്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സുദർശൻ പ്രസാദ് തീർച്ചയായിട്ടും സമ്മതിക്കാതിരിക്കുന്ന ഒരു കേസാണത്. ആളും ഈ പറഞ്ഞതുപോലെ കുടുംബത്തെ ഇട്ടെറിഞ്ഞ് പോന്നതാണ്. ഇനി ഇവർ രണ്ടാളും ഒത്തു ജീവിക്കാം എന്നുള്ള ധാരണയോടുകൂടി അങ്ങനെ എത്തിച്ചേർന്നത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ആ സുഹൃത്ത് ഒരു ദൂരെ ടൂർ പ്രോഗ്രാമായിട്ട് അങ്ങനെ പോയിരിക്കുക. വീട്ടിലാരുമില്ല. താക്കോല് സുദർശൻ പ്രസാദിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ടാണ് അനില മക്കളെ വിളിക്കുന്നത്. അനിലയിലുണ്ടായ ഈ മാറ്റം സുദർശൻ പ്രസാദിൽ ഭയങ്കരമായിട്ടുള്ള മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുകയും അയാളല്ലാതായി മാറുകയും ചെയ്തു. അനിലയെ ആ വീട്ടിൽ വെച്ച് മൃഗീയമായി കൊലപ്പെടുത്തി. തുടർന്ന് സുദർശൻ പ്രസാദ് ആ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഒരു റീയൂണിയൻ വരുത്തിവെച്ച വിന 2 കുടുംബങ്ങൾ ഇല്ലാണ്ടായി. എല്ലാ റീയൂണിയനുകളും ഇങ്ങനെയല്ല എങ്കിൽ പോലും ചില കല്ലുകടികൾ ഇതുമൂലം പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനിയും നല്ല ആരോഗ്യകരമായ നല്ല റീയൂണിയനുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.